അല്ല, ഞങ്ങളുടെ തീരുമാനത്തിലൊന്നും മാറ്റമൊന്നുമില്ല. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. പറയുന്നത് താരങ്ങൾക്ക് വില കുറക്കണം. അപ്പോൾ അത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നുമല്ല. താരങ്ങളുടെ പ്രതിഫലം കുറച്ചുകൊണ്ട് സിനിമകളെല്ലാം ലാഭത്തിലാകും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? താരങ്ങൾക്കാണോ മുഴുവൻ പൈസയും കൊടുക്കുന്നത്? തികച്ചും അത് താരങ്ങൾക്കെതിരെയും താരസംഘടനക്കെതിരെയും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു ആരോപണം മാത്രമാണ് ഇത്. ഇത് സത്യവിരുദ്ധമായ കാര്യമാണ്. കാര്യം ഇവർക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെ ഇവർക്ക് സിനിമ എടുക്കാമല്ലോ. ഇവരെന്താ അതിനെ മുതിരാത്തത്? പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ? ഞങ്ങൾ സമരം ചെയ്യുന്ന ഗവൺമെന്റുമായിട്ടല്ല, താരങ്ങളുമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത്. ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കണം, ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കണം, എന്തെല്ലാം കാര്യങ്ങളിരിക്കുന്നു. ഇവിടെ ഒരു സിനിമ തിയേറ്റർ ലാഭത്തിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തിയേറ്റർ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? എല്ലാ തിയേറ്ററും നഷ്ടത്തിലാണ് ഓടുന്നത്. പിന്നെ ഈ പോപ്കോണൊക്കെ വിൽക്കുന്ന കാശ് കൊണ്ടാണ് അവർ കരകയറി പോണത്. ഇത് എത്ര പേര് നിങ്ങൾ വിരലുള്ള പേരല്ലേ താരങ്ങൾ, അല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങൾ നിർമ്മാതാക്കളല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. സാറേ, സീനാവും. നമ്മ സീനാണ് പറഞ്ഞത്. നമ്മ ഒരു ലൈവ് കിട്ടി കഴിഞ്ഞാൽ സാറിന്റെ കാര്യത്തിൽ തീരുമാനം ഔട്ടാ. നിർത്തിയിരിക്കും. ഞങ്ങൾ സിനിമ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തിയിരിക്കും. എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എൻ്റെ അതിൻ്റെ ഒരു റൈറ്റ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. അതിൻ്റെ അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളത്. തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയവിനിമയം നടത്തും. എനിക്ക് അങ്ങനെയൊന്നും പോണ ആളുമല്ല ഞാൻ. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ അപ്പോൾ ഇവർക്ക് താരങ്ങളെ വേണം നായകനായിട്ട്, അല്ലെ നായികയായിട്ട്, അല്ലെങ്കിൽ മറ്റ് നിരയിലോട്ട് താരങ്ങളെ തന്നെ വേണം. ഒപ്പം അവർക്ക് പൈസ കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അതൊരു ഇരട്ടത്താപ്പാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഒപ്പം അവർ ഒരു ബൂർഷ്വ കാഴ്ചപ്പാട് കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ പറഞ്ഞ എന്താ? ഈ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല. എന്ത് വൃത്തികേടാ അത്? ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. എൻ്റെ പൈസ, പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത. അതിൻ്റെ വിജയത്തിൻ്റെ മുഖ്യ കാരണങ്ങളായിട്ടുള്ളവർ എന്ന് തന്നെ പറയണം. ഇല്ലെങ്കിൽ അവരുടെ പുറകെ ഡേറ്റ് അന്വേഷിച്ച് പ്രൊഡ്യൂസർമാർ നടക്കേണ്ട കാര്യമില്ല. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. പറയട്ടെ. കാലത്തെ വ്യവസ്ഥിതി എന്താണെന്നറിയാവോ? നിങ്ങളൊക്കെ അടിയാന്മാർ, ഞങ്ങൾ മുതലാളിമാർ. ആ മുതലാളിത്ത വ്യവസ്ഥയുടെ കാഴ്ചപ്പാടാണ് നിർമ്മാതാക്കൾ കാണിക്കുന്നത്. അവർ മാത്രമേ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.